ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടനം. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു, നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്? നിങ്ങളെല്ലാവരും കേട്ടിരിക്കല്ലേ? നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാനും പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയതേ. അപ്പൊ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഫോക്കസ് ചെയ്യുന്നില്ലെന്ന പരാതി LDF നേരത്തെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെട്ടു. വളരെ സന്തോഷം. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവലി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം. ഏത് പ്രതിപക്ഷമായാലും. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായത്? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ചയുണ്ട്. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 1 ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്ന് പറയാം. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായില്ല, ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. ഇനി ഇത് മാത്രമല്ല, അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരും. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണം. ഒന്നും ഉന്നയിച്ചില്ല, ഒന്നും ഉന്നയിക്കാനില്ല. പിന്നെ അടിയന്തര പ്രമേയം, ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെന്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവില്ല. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അവിശ്വാസം പാസ്സാവുന്നുള്ളതല്ല, നല്ലതുപോലെ ഗവൺമെന്റിനെതിരെ പറയാം. എന്താ ചെയ്ത്? പലതും ചെയ്തു. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന നിലയുണ്ടായത്. എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഇവിടെ ഇപ്പോ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ നേരെ പോയി മറുപടി കിട്ടുകയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒളിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ച നേരം. ഇപ്പോ കേരളത്തില് എല്ലാ ദിവസവും കേരളത്തിന്റെ കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ വികസനത്തിന്റെ ചില കാര്യങ്ങൾ അതാണ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു പോകുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിനെന്തെങ്കിലും മറുപടി അദ്ദേഹം ഇതേവരെ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ആദ്യം കേരളത്തിന്റെ വികസനത്തിൽ എന്ത് പങ്കുവഹിച്ചു? ഈ 10 വർഷം നാടിന്റെ വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യകരമായ സമീപനം സ്വീകരിച്ചിരുന്നു. ഏറ്റവും പ്രധാന പ്രശ്നം, നമ്മുടെ നാടിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കും. അങ്ങനെ നിഷേധിക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഈ UDF 2018 മഹാപ്രളയം. ആ 18 നോക്കിയാൽ 2 വർഷം മുൻപ് കേരളത്തിൽ അധികാരത്തിലിരുന്നവരല്ലേ? 16 വരെ മാറി മാറി അധികാരത്തിലിരുന്നവരല്ലേ? അപ്പൊ സാധാരണഗതിയിൽ അവര് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തെ അവഗണിക്കുക, കേരളത്തിന് അർഹതപ്പെട്ട് നിഷേധിക്കുക എന്നൊക്കെ വരുമ്പോൾ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തണ്ടേ? ശബ്ദമുയർത്തിയോ? കേന്ദ്ര ഗവൺമെന്റിനെതിരെ പാർലമെന്റിൽ നിരനിരയായി ഇരിക്കുന്ന UDF MPമാരുണ്ടല്ലോ, ആരെങ്കിലും സംസാരിച്ചു? മാത്രമല്ല, ഞങ്ങള് UDF-നോട് ആവശ്യപ്പെട്ടു, ഇത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നമാണല്ലോ, ഞങ്ങളൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, പ്രക്ഷോഭം നടത്താൻ പോകുന്നുണ്ട്.
നിങ്ങളും കൂടി സഹകരിക്കണം. ഞങ്ങളില്ല എന്നല്ലേ സമീപനം. ഇതൊരു LDFന്റെ വിഷയമല്ലല്ലോ, നാടിന്റെ വിഷയമല്ല. എന്തുകൊണ്ടാണ് അതിന് സഹകരിക്കാൻ തയ്യാറാകാതിരുന്നത്? അത്തരം ഘട്ടത്തിലും പാർലമെന്റിനകത്ത് UDF MPമാർ സംസാരിക്കുമ്പോൾ അവർ ചെയ്തത് ഗവൺമെന്റിനെ ന്യായീകരിക്കലായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെ, കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയും കേരളത്തെ ആക്ഷേപിക്കുകയും ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കുക. ഇതല്ലേ ചെയ്തത്? എന്തുകൊണ്ടാണ് കേരളത്തെ അവഗണിക്കുക എന്ന് പറയും, കേരളത്തെ തകർക്കുന്ന എന്ന് പറയുന്നതായിരിക്കും. കേരളത്തെ തകർക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുന്ന BJP അവരുടെ മനസ്സിന് ചെറിയ നോവല് പോലും ഒരു വിഷമം അവർക്കുണ്ടാകരുത് എന്ന നിർബന്ധം എന്തിനാണ്? UDF കൂട്ടാണെന്ന് ആ കാര്യങ്ങളെല്ലാം പറയണ്ടേ? ഇതിന്റെ ഭാഗം എടുക്കുന്നു. അങ്ങനെയെല്ലാം പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അന്നത്തെ ചാനലുകൾ പിറ്റേ ദിവസത്തെ CMന്റെ വഴിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന നൈസാമുള്ള അതിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി മുണ്ടക്കയിൽ സന്ദർശിച്ചപ്പോൾ ഇതേ കുട്ടി പ്രധാനമന്ത്രി ഉമ്മ വയ്ക്കുന്ന പത്രങ്ങൾ പറഞ്ഞു. അതിനുശേഷം പ്രതിപക്ഷ നേതാവും ഈ കുട്ടിയെ ചേർന്നു. ഇവർ അന്നും ഇന്നും ഗ്യാരണ്ടി നൽകും. ഈ രണ്ട് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും നൽകിയ ഗ്യാരണ്ടി ഇപ്പോഴും തുടരും. ഇത് LDF നൽകുന്ന ഗ്യാരണ്ടിയും മറ്റ് മുന്നണികൾ നൽകുന്ന ഗ്യാരണ്ടിയും വ്യത്യാസം. ഈ അവസാനത്തെ ഭാഗം എനിക്ക് മനസ്സിലായില്ല. രണ്ട് ഗ്യാരണ്ടികൾ രണ്ട് മുന്നണികൾ നൽകും. ആ മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ഗ്യാരണ്ടികളുടെ വ്യത്യാസം എങ്ങനെയാണ്? അത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. കാരണം കേരളത്തില് ഈ മുണ്ടക്കൈ ചൂർമല തന്നെ എടുത്താൽ മതിയല്ലോ. മുണ്ടക്കൈ ചൂർമല ദുരന്തമുണ്ടായപ്പോ ആ ദുരന്ത ബാധിതര് അവരുടെ അഭിപ്രായം ഞങ്ങൾ കേട്ടു. ഗവൺമെന്റ് പുനരധിവാസം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായം. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങളെല്ലാം ഒരു കുടുംബമായി ജീവിക്കുന്നവരാണ്, അതായത് തൊട്ടു ജീവിക്കുന്നവരാണ്. നിങ്ങൾ സഹായം തന്നാൽ, പുനരധിവാസം നടത്തിയാൽ ഞങ്ങൾ പല കൊമ്പത്താവും, ഞങ്ങൾക്കെല്ലാം ഒരിടത്ത് താമസിക്കാൻ സൗകര്യം വേണം. ഇതാണ് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ടൗൺഷിപ്പ് നടത്താൻ ആലോചിച്ചു, ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഏകപക്ഷീയമായ തീരുമാനമല്ല, ഞങ്ങൾ ഗവൺമെന്റ് എന്നാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ എല്ലാവരും തൽപരരാണല്ലോ. അതുകൊണ്ട് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തു. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു ചർച്ച ചെയ്തു. എങ്ങനെ ടൗൺഷിപ്പ് വേണമെന്ന കാര്യം തന്നെ പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ചയിൽ വീടുകളുടെ ഓഫറുകൾ വന്നിട്ടുണ്ട്. ഈ വീടിന്റെ ഓഫർ ഏത് തരത്തിലാണ് യാഥാർത്ഥ്യമാക്കുക, ഇതും ഞങ്ങൾ പൊതുവെ ചർച്ച ചെയ്തു. അപ്പോൾ പറഞ്ഞു, അപ്പൊ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു വീടിന് വില നിശ്ചയിക്കുക, എത്ര പൈസ തരണം എന്ന് കാണുക. സർക്കാർ വീട് നിർമ്മിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഏകരൂപത്തിലുള്ള വീട് കൊടുക്കുക, ഒരേ തരത്തിൽ. അപ്പോൾ എനിക്ക് നല്ലത് കിട്ടി, മറ്റേ മോശമായി എന്നുള്ളതായിട്ട് അവർ ഒരേ മട്ടിലുള്ള വീടുകളെല്ലാം പൊതുവെ ധാരണയായി. അങ്ങനെ 20 ലക്ഷം രൂപ ഒരു വീടിൽ നിന്ന് കണ്ടു. അപ്പോൾ 100 വീട് പറഞ്ഞവരുണ്ട്, ആ തുക അവർ തരണം. പക്ഷേ ഈ വാഗ്ദാനം വളരെ എളുപ്പമാണല്ലോ. ആ വാഗ്ദാനം നടപ്പാക്കലാണല്ലോ പ്രയാസമുള്ളത്. ചിലര് വാഗ്ദാനം നടത്തും, പിന്നെ അതിൽ ഒന്നും ചെയ്തില്ലാതെ വരും. അങ്ങനെയുള്ള അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യം അവിടെ തന്നെ വ്യക്തമാക്കി, ഈ വീട് നിർമ്മിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിൻ്റെതാണ്. ഈ പണം നൽകിയാലും നൽകിയില്ലെങ്കിലും സംസ്ഥാനം ആ ബാധ്യത നിറവേറ്റേണ്ടതായിട്ട് വരും. അത് നിറവേറ്റി തന്നെ ചെയ്യും. അത് പറഞ്ഞത് ഈ പണമെല്ലാം തരുമോ എന്നുള്ള സംശയം കൊണ്ട് തന്നെയായിരുന്നു. ആ സംശയമാണ് പിന്നീട് യാഥാർത്ഥ്യം. ഇവരെല്ലാം കൂടെ നിന്നവരായിരുന്നു. ആദ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തെറ്റി. അവര് സ്വന്തമായിട്ട് സ്ഥലമെടുത്ത് വീട് നിർമ്മിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു.
അപ്പോ പ്രതിപക്ഷ നേതാവായി സംസാരിക്കും. ഇതെന്താ ഇങ്ങനെയൊരു നില വന്നത്? നമ്മളിങ്ങനെ എല്ലാവരും കണ്ടിരുന്നു. അതിന് വലിയ മറുപടിയില്ല. അപ്പോ കോൺഗ്രസ് എന്നുള്ള നിലക്ക് അവരെ ഓഫർ ചെയ്ത വീട് അതിനുള്ള പണം കിട്ടുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ അവരെ പണത്തിന്റെ സ്ഥിതി ഇപ്പം കണ്ടല്ലോ. പണം എവിടെയാണെന്നൊരു പിടിയില്ലായിരുന്നു. പണം അവർക്ക് തരാൻ കഴിയും. ഇവിടെ വാഗ്ദത്തം പറഞ്ഞ് അതിന്റെ ഭാഗമായി വീട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലോ. സർക്കാരിന്റെ കാര്യത്തിൽ അത് പറ്റില്ല. സർക്കാർ നടപടികൾ തുടങ്ങുകയല്ലേ, വീടുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ പണവും കൊടുക്കണമല്ലോ. പണം കൊടുത്ത സംഘടനകളുണ്ടല്ലോ. ഇപ്പോ 100 വീട് നൽകുന്നു എന്ന് പറഞ്ഞ് DYFI അതിന്റെ പണം അപ്പോൾ തന്നെ ഏൽപ്പിച്ചല്ലോ. അങ്ങനെ ഏൽപ്പിച്ച കുറെ സംഘടനകളുണ്ടല്ലോ നാട്ടിൽ. ഇവര് ഇപ്പം മനസ്സിലാക്കുന്നത് പണം കയ്യിലില്ല. അപ്പോ നല്ല വഴി ഞങ്ങൾ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരൊക്കെ മാറി. ഇതല്ലേ ഗ്യാരണ്ടി? ഏത് ഗ്യാരണ്ടിയെ പറ്റിയാണ് പറയുന്നത്? ഇപ്പോ BJP ഇവിടെ നമ്മുടെ ഈ പറയുന്ന പാവങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ എന്താണ് സഹായം നൽകിയത്? മുണ്ടക്കൈ ചൂർമലയുമായി ബന്ധപ്പെട്ട് അർഹമായ സഹായം തന്നോ? അവരുടെ ഗ്യാരണ്ടി എവിടെയുണ്ടായി? ഈ UDFന്റെ ഗ്യാരണ്ടി ഇത്തരത്തിലല്ലേ? ഇവിടെ പിരിച്ച പണത്തിന് കണക്കില്ലാലോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടിന്റെ അനുഭവത്തിലുള്ളതല്ലേ. പക്ഷേ LDF സർക്കാർ പറഞ്ഞ ആ കാര്യം അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമായിരിക്കില്ലേ? അന്ന് എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തിൽ തന്നെയല്ലേ അവരിപ്പോഴും നിൽക്കുന്നത്. LDF ഗവൺമെന്റ് പറഞ്ഞ വാക്ക് പൂർണ്ണമായി പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. അപ്പോൾ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ നൽകിയ ഗ്യാരണ്ടി അത് പ്രാവർത്തികമാക്കുന്നതാണ് LDFന്റെ രീതി. മറ്റവര് എല്ലാം പറയും, ഒന്നും നടപ്പാകില്ല എന്നതാണ് നമ്മുടെ നാടിന്റെ അനുഭവം. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ വീടിന് വേണ്ടിയിട്ടുള്ള ഭൂമി കൈമാറണം സർക്കാരിന് ആവശ്യപ്പെട്ടിരുന്നു. തന്നില്ല, അതുകൊണ്ടാണ് വൈകുന്നതെന്നാണ് ഒരു പുതിയ ന്യായമായി പറയുന്നത്. അങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്താ അതിനെപ്പറ്റി പറയാ? അല്ല, എന്തായാലും മതിയാ. സാധാരണ നല്ല ഭാഷയിലാണെങ്കിൽ വസ്തുതാവിരുദ്ധെന്ന് പറയാം അല്ലെ. യഥാർത്ഥത്തില് അത്തരമൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അത്തരമൊരു പ്രശ്നമേ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കലിനെ പറ്റിയാണ്. ആ ഏറ്റെടുത്ത ഭൂമിയിൽ നിന്ന് വീടിന് സ്ഥലം കൊടുക്കലല്ല. ഞങ്ങൾ ചർച്ച ചെയ്തെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ പണം തരുന്നവരുണ്ടല്ലോ, ആ പണം തരുന്നവരുടെ അവരുടെ വീടാണ് ഇതെന്ന് പറഞ്ഞിട്ട് വീട് കൊടുക്കില്ല. അത് ഈ താമസിക്കുന്നവർക്കൊരു വിഷമമില്ല, ഇന്നയാളെ വീടാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ലല്ലോ, അവരെ സ്വന്തം വീടായിട്ടല്ലേ വരുന്നത്. എന്നാൽ ഇത് ഇന്നയാളൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഇത്ര സഹായിച്ചിട്ടുണ്ട് എന്ന് ചെന്ന് കയറുന്ന അവിടെ തന്നെ ഒരു വലിയ ഫലകം നമ്മൾ വെക്കും. അവിടെ നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഞങ്ങൾ അംഗീകരിച്ച കാര്യമാണ്, പരസ്പരം അംഗീകരിച്ച കാര്യമാണ്. അത് മറന്നുപോയതായിരിക്കില്ല. ഇപ്പൊ എന്തൊക്കെ പറയേണ്ടത് ന്യായം, അതിനുവേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് വസ്തുതാവിരുദ്ധമാണ്. കുറച്ച് ഹാർഷായി പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. അല്ല, ഇനി പറ്റില്ല. ഇനി നാളെ എപ്പോഴും കൈകളിക്കും